ഹലോ ഗായ്സ്, ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എല്ലാവരെയും പൂര വഴക്ക് പറയണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സിജു എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് 5-6 ദിവസമായിട്ട് പുറത്താണ്. അപ്പോൾ ഇവർ പരസ്പരം ഇട്ടുന്ന ഡിസ്കസ് ചെയ്യണതല്ലാതെ ബിഗ് ബോസിനോട് യാതൊരു കാര്യവും സിജുവിനെ പറ്റി ചോദിച്ചിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ കൈപ്പൊക്കമില്ല, അവരോരോ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിത് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജാസ്മിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ എന്ത് പറ്റി, അതായത് ഒരു അടിയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സിജു പുറത്തു പോകുന്നത്. അപ്പോൾ സിജുവിനെ ഓൺ ദ സ്റ്റേജിൽ നമ്മുടെ ലാലേട്ടൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ സിജുവിൻ്റെ ഇടയ്ക്കും പറയുന്നുണ്ടായിരുന്നു അവരാരും സിജുവിനെ പറ്റി തിരക്കിയില്ല, അതിൽ വിഷമമുണ്ടെന്ന്. പക്ഷേ സിജു പറയുന്നത് അത് കുഴപ്പമില്ല, അത് ഞാൻ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ സിജുയുടെ നല്ല മനസ്സ്. അപ്പം സർജറിയുടെ ഭാഗമായിട്ട് നമ്മുടെ സിജു അവിടെ വരുമ്പോഴേ കാണാൻ കഴിയുക ഒരുപാട് മാറ്റങ്ങൾ, സിജു താടിയും അതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും നാൾ ഇവരെ കൂടെ കളിച്ച ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ ഇവരാരും തന്നെ യാതൊരുവിധ മൈൻഡും സിജു പോണെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഇരിക്കുന്നത്. അപ്പം മറിച്ച് നമ്മുടെ റോക്കിനെ പറ്റി കൂടുതൽ സംസാരിക്കുകയും കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇത് മറ്റ് സീസണിലും ഇതുപോലെ ഒരുപാട് ഗെയിം പ്ലാനും അതും ഇതും ഉണ്ടായിരുന്നെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ സുഖമില്ലാതെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റുകയൊക്കെ ചെയ്ത് പുറത്തു പോവുകയാണെങ്കിലും ഇവർ തിരക്കുന്നുണ്ടായിരുന്നു, ഡെയിലി വന്ന് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അടി തന്നെ നടക്കണമെന്ന്. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ ഒരു സ്വാർത്ഥമായ ഒരു ചിന്താഗതി, സിജോ പോണെങ്കിൽ പോട്ടെ എന്നുള്ള ഒരു രീതിയാണെങ്കിലും ലാലേട്ടൻ അതിനുള്ള നല്ല മറുപടി കൊടുത്തിട്ടുള്ളതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ റസ്മിൻ ഒരുപാട് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും കൈയോടെ അപ്പോഴേ അണച്ചവിടെ ഇരുത്തുകയാണ് നമ്മുടെ ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പം നിങ്ങൾ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് സിജു തിരിച്ചു വരുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.